Dear students, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് ലാബിലിറ്റീസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന എംപ്ലോയീസ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ദെൻ ഡിബഞ്ചേഴ്സ്, ക്യാപിറ്റൽ, ഈ പറയുന്ന ലാബിലിറ്റീസ് കൂടെ ഓഡിറ്റർ വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസുകൾ വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഈ ടോപ്പിക്കിലൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാബിലിറ്റി സൈഡിൽ വരുന്ന 3 ലാബിലിറ്റീസുകൾ പറഞ്ഞു. കറണ്ട് ലാബിലിറ്റി, ഫിക്സ്ഡ് ലാബിലിറ്റി ആൻഡ് കോണ്ടിജൻറ്റ് ലാബിലിറ്റി. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, loans and advances, then outstanding expenses, tax payable, income received in advance, then provident fund. ഈ പറയുന്ന ലാബിലിറ്റീസുകൾ എങ്ങനെയാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. നെക്സ്റ്റ് ലാബിലിറ്റി ആയിട്ട് വരുന്നതാണ് എംപ്ലോയീസ് ഡിപ്പോസിറ്റ്സ്. എന്താ എംപ്ലോയീസ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിപ്പോസിറ്റ്സ് അല്ല, ആക്ച്വലി ഡിപ്പോസിറ്റ് ആണ്, പക്ഷേ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളാണ് ഇവിടെ പറയുന്ന എംപ്ലോയീസ് ഡെപ്പോസിറ്റ്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ തന്നെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതായത് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും അക്കൗണ്ട്സുകളിൽ മിസ്അപ്രോപ്രിയേഷൻസുകളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിസ്കുകളൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഡിപ്പോസിറ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് എംപ്ലോയീസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് റിക്വയർഡ് ആണ്. എംപ്ലോയീസിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ റിസ്കിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റുകൾ ഒരു ലാബിലിറ്റി ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓഡിറ്റർ ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റുകളുടെ ലിസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ടത്. എംപ്ലോയീസ് ഡിപ്പോസിറ്റിൻ്റെ ലിസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ്സുകൾ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. കൂടാതെ സെപ്പറേറ്റ് തന്നെയാണോ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ സാധാരണ എല്ലാ ഡെപ്പോസിറ്റ്സുകൾക്ക് പുറമെ സെപ്പറേറ്റ് ആയിട്ട് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ പറയുന്ന ഡിപ്പോസിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുമാത്രമല്ല ഈ ഡിപ്പോസിറ്റുകൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ തന്നെയാണോ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടെ ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് ദി എംപ്ലോയീസ് ഡിപ്പോസിറ്റ്സ്. നമ്പർ 2 പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിന് താഴെ എഴുതുന്ന ഒരു ഐറ്റമാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിരിക്കും റിസർവ്സ് എന്ന് പറയുന്നത്. സർപ്ലസ് എന്ന് പറയുന്നത് അവർ പ്രോഫിറ്റാണ്. ആ സൊസൈറ്റിയുടെ ആ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്കുള്ള എന്തെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണോ അതിൽ നിന്നും അവശേഷിക്കുന്ന ഒരു എമൗണ്ട് തന്നെയായിരിക്കും സർപ്ലസ് ആയിട്ട് ആ വർഷത്തെ പ്രോഫിറ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റത്തിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ വെരിഫിക്കേഷന് വിധേയമാക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ്റനൻസ് ഓഫ് റിസർവ്സ് ഫണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കൺസേൺ. ഓരോ സൊസൈറ്റിയുടെയും ഒരു ഓർഗനൈസേഷൻ്റെ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് കൊണ്ടാണ് പല ടൈപ്പിലുള്ള റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയായിരിക്കും ഓരോ റിസർവ്സുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓഡിറ്റർ ആദ്യമായിട്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ് ഈ ഒരു ഐറ്റം വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്കിംഗ് ചെയ്യേണ്ടത്. ഓരോ വർഷവും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടായിട്ട് റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% ആണ് ഈ ഒരു ഫണ്ടിലേക്കായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന ഫണ്ട് 15% ആയിരിക്കണം. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഈ റിസർവിലേക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിസർവിലേക്കാണ് ഈ ഫണ്ട് മാറ്റുന്നത്. Then, as such fund is intended to meet for unforeseen
contingencies, it cannot be used for the routine requirement of the business organization or society. സൊസൈറ്റിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾക്ക് വേണ്ടി റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിക്കില്ല. അതായത് അൺഫോർസീൻ ആയിട്ട് വരുന്ന, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ യൂസ് ചെയ്യുന്നത്. കോണ്ടിജൻസീസുകൾ നമുക്ക് ഇങ്ങനെ ഹാപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഹാപ്പൺ ചെയ്യാതിരിക്കാനും സാധ്യതയുള്ള ചില ഈവൻസുകൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള ഈവൻസുകളെ മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ റിസർവ്സുകൾ കീപ്പ് ചെയ്യുന്നത്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഒരു ഫുട് നോട്ടായിട്ടാണ് ഇത്തരത്തിലുള്ള ലാബിലിറ്റീസുകളെ എന്ത് ചെയ്യേണ്ടത്, ഷോൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്ന ലാബിലിറ്റീസുകളിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഒരു ഐറ്റം കാണുമ്പോൾ ഏത് ടൈപ്പുള്ള റിസർവ് ആണ് എന്നുള്ളതും ആ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് കൊണ്ടുള്ള റിസർവ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെരിഫൈ ചെയ്തുകൊണ്ട് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അനദർ ലാബിലിറ്റി ഈസ് ദി ഡിബെഞ്ചർ. ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം ആയിട്ട് വരുന്ന ലാബിലിറ്റിയാണ്. ആ ഒരു ലാബിലിറ്റിയെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ട പോയിന്റ്സുകളാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് വൺ, ടു ചെക്ക് ദി അസ് ഐറ്റം ഫസ്റ്റ് ഓഫ് ഓൾ ദ ഓഡിറ്റർ ഷുഡ് റിക്വയർ ഇൻ ടു ദി പവർ ഓഫ് ദി കമ്പനി ടു ബോറോ ദി മണി. ഒരു കമ്പനിയുടെ കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോറോയിങ് പവറിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. എത്രയാണ് പബ്ലിക്കിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യാവുന്ന ബോറോ, അങ്ങനെ വരുന്ന എമൗണ്ടിൻ്റെ ലിമിറ്റേഷൻ ആദ്യമായിട്ട് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ്, ഹി ഷുഡ് ചെക്ക് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ടു വെദർ ദ കമ്പനി ഹാസ് ദ പവർ ടു ആക്സെപ്റ്റ് ദിസ് ഡെപ്റ്റ് ഫ്രം ദി പബ്ലിക്. ഡിബഞ്ചേഴ്സുകളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കമ്പനികൾക്ക് അനുവദിച്ച ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അത് എത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ഓഡിറ്റർ ഈ ഡിബഞ്ചർ ഐറ്റം വെരിഫൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ് ചെക്കിങ് ചെയ്യേണ്ടത്. Then next, he should examine the debenture deed. Debenture trust deed എന്ന് പറയുന്ന ഡീഡ് ഓഡിറ്റർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെക്കിങ് ചെയ്യണം. കാരണം എത്ര എമൗണ്ട് ആണ് ഡിബഞ്ചറായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നും പബ്ലിക്കിൽ നിന്നും എത്ര എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അറിയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്ന ഡീഡിനെ പരിശോധിക്കേണ്ടതായിട്ട് വരും. Another one, he should check entries in the books, in the cash book to see whether the debentures are issued at a premium or discount. അപ്പോൾ ഡിബഞ്ചേഴ്സുകളും സെയിം ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ദെൻ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിലെ എൻട്രീസുമായിട്ട് അത് കമ്പയർ ചെയ്യണം. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിനെ ചെക്കിങ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ക്യാഷ് ബുക്കിലാണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത്. Another one, he should examine the entries made in the register of debenture holders. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് രജിസ്റ്റർ പോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആരൊക്കെയാണ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത്, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നെയിം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അറിയാനായിട്ട് ഒറിജിനൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററാണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത് ഓർ എക്സാമിൻ ചെയ്യേണ്ടത്. Another one, he should also check the necessary arrangement has made by the organization for the repayment of a debenture. ഡിബഞ്ചേഴ്സ് ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചു നൽകേണ്ടതാണ്, റീപേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ലാബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആ റിഡംഷന് വേണ്ടിയുള്ള നെസസറി അറേഞ്ച്മെൻറ്റ്സുകൾ സൊസൈറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. 6 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ്, ഇതെല്ലാം പരിശോധിക്കണം. കൂടാതെ ഈ പറയുന്ന ഓർഗനൈസേഷൻ, ഇപ്പോൾ കമ്പനി ആവട്ടെ അല്ലെങ്കിൽ സൊസൈറ്റി ആവട്ടെ, അവർക്ക് ബോറോയിങ് പവർ എത്രയാണ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണ്, എത്ര എമൗണ്ട് വരെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു പവർ ഉണ്ടോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ദെൻ പ്രീമിയത്തിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സുകളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ക്യാഷ് ബുക്ക് എൻട്രീസ് എന്ത് ചെയ്യണം, അതിനെ കൂടെ ഒന്ന് റിക്കവർ ചെയ്യേണ്ടതാണ്.
അനദർ വൺ പറയുന്നത് ട്രസ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ രജിസ്റ്റർ പരിശോധിക്കണം. ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ഈ ഡിബഞ്ചേഴ്സിന്റെ റീപേയ്മെന്റിന് വേണ്ടി, റിഡംഷൻ ചെയ്യുന്നതിന് വേണ്ടി നെസസറി ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ഈ ഓർഗനൈസേഷൻ, സൊസൈറ്റിയോ കമ്പനിയോ ഏതാണെന്നുണ്ടെങ്കിൽ അവർ നൽകിയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഐറ്റം ഇതിൽ പറയുന്നതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ അറിയേണ്ടത്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മണിയാണ് ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ നൽകിയിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ താഴെ പറയുന്ന ഐറ്റംസുകൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓഡിറ്റർ ഈ ഒരു ഐറ്റത്തിനെ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ്നെസ് ഓഫ് വാല്യൂ ആണ് ഇവിടെ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ് ആവട്ടെ ലാബിലിറ്റി ആവട്ടെ ഓഡിറ്റർ ചെക്കിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ലാബിലിറ്റി ആയിട്ട് ഉള്ള ഒരു ഐറ്റമായിട്ട് വരുന്ന ക്യാപിറ്റലിനെ എന്തെല്ലാം വെരിഫിക്കേഷന് വിധേയമാക്കണം. ഫസ്റ്റ് വൺ പറയുന്നത്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സുകളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, പാർട്ട്ണർഷിപ്പ് ഡീഡ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഹാസ് ബീൻ പ്രോപ്പർലി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. 3 പോയിന്റ്സുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ക്യാഷ് ബുക്കും, പാസ്ബുക്കും, പാർട്ട്ണർഷിപ്പ് ഡീഡും. ഈ 3 ഐറ്റംസുകളും 3 ഡോക്യുമെന്റ്സുകളും ഒരേ സമയം പരിശോധിച്ചുകൊണ്ട് ഓണേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മെമ്പേഴ്സിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ എമൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, ആ എമൗണ്ട് തന്നെയാണോ ഈ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഡോക്യുമെന്റേഷനായിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത്, ഈ കമ്പനിയുടെ കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കേസുകളിൽ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, ദെൻ മിനിറ്റ്സ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ റെക്കോർഡ് ചെയ്യുന്ന, ഡിസിഷൻസുകൾ എഴുതപ്പെടുന്ന മിനിറ്റ്സ് ബുക്കും കൂടെ പരിശോധിച്ചു കൊണ്ടായിരിക്കണം ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിഫറെൻറ്റ് എമൗണ്ട് ഷെയർസ് ഇഷ്യൂഡ് ആൻഡ് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത്. സൊസൈറ്റി അല്ല, കമ്പനിയുടെ കേസുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസുകൾ ഇഷ്യൂ ചെയ്യുന്നു. അതേസമയം അവരിൽ നിന്നും കിട്ടുന്ന റിസീവ് ചെയ്യുന്ന എമൗണ്ട് ഇതെല്ലാം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദെൻ പിന്നെ പറയേണ്ടത് സൊസൈറ്റി കമ്പനിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിറ്റ്സ് ബുക്ക്. ഇത് പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഓഡിറ്റർ അത് വെരിഫൈ ചെയ്യേണ്ടത്. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ കൂടെ ഈ ഒരു ക്യാപിറ്റലിൻ്റെ വെരിഫിക്കേഷന് ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടെ ഈ പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഓഡിറ്റർ ഇതിന് കറക്റ്റാണ് എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് ദി ഫസ്റ്റ് ഓഡിറ്റർ ഹി ഷുഡ് സീ ദാറ്റ് the shares are issued according to the conditions as per the memorandum of association. അതായത് ഫസ്റ്റ് ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, ആ ഒരു ഓഡിറ്റാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്ന എമൗണ്ട് തന്നെയാണ് ഈ ഷെയർസുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് സബ്സീക്വൻറ്റ് ഓഡിറ്റ്, അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓഡിറ്റിംഗ് പ്രോസസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് വെരിഫൈ ചെയ്തതിന് വേണ്ടി പ്രീവിയസ് ഇയറിൽ ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടതാണ്. ബാലൻസ് ഷീറ്റിൽ നോക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഷെയർ ലാബിലിറ്റീസ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റർ സബ്സീക്വൻ്റ് ആയിട്ടുള്ള ഓഡിറ്റിൽ ഈ പറയുന്ന ഐറ്റത്തിനെ വെരിഫൈ ചെയ്യേണ്ടത്. അനദർ വൺ പറയുന്നത്, ഹി ഷുഡ് ചെക്ക് ദ എൻട്രീസ് റിഗാർഡിംഗ് ദ ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. ക്യാപിറ്റലുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്.
അപ്പോൾ ആ എൻട്രീസുകളെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പർലി റെക്കോർഡ് ആണ് എന്ന് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഐറ്റം കൂടെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ് ഷുഡ് ഓൾസോ ബി ചെക്ക്ഡ് ബൈ ദി ഓഡിറ്റർ. ദെൻ നെക്സ്റ്റ് പറയുന്നത് കമ്പനിയുടെ കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രൊവിഷൻസുകൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കമ്പനിയുടെ ഷെയർസുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചില പ്രൊവിഷൻസുകളുണ്ട്, റൂൾസുകളുണ്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് പരിശോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊവിഷൻസുകളെല്ലാം പ്രോപ്പർലി അതിന് പ്രകാരം തന്നെയാണ് റിക്വയർഡ് ആയിട്ടുള്ള റൂൾസുകൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഓഡിറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ്. അനദർ വൺ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ബൈലോ, മിനിറ്റ്സ് ബുക്ക്, മെമ്പേഴ്സ് രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻസുകളും ക്യാപിറ്റലിനെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ കമ്പനിയുടെ കേസുകളിലാണെന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ഇത് മാത്രം എക്സാമിൻ ചെയ്താൽ മതി. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്കും പാസ്ബുക്കും സൊസൈറ്റിയുടെ മെയിൻ ഡോക്യുമെൻ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മിനിറ്റ്സ് ബുക്ക് ബൈലോ ആണ്. അപ്പോൾ ബൈലോ, മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ ഇതെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ കറക്റ്റാണ് എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഫിക്സഡ് ലാബിലിറ്റി ആൻഡ് കറണ്ട് ലാബിലിറ്റി അത്ര ഐറ്റംസുകൾ നമ്മൾ പറഞ്ഞു. നമുക്കൊരു കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ആ കോണ്ടിജന്റ് ലാബിലിറ്റി എങ്ങനെ ആയിരിക്കണം ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സൈഡിൽ വരുന്ന ഒരു ഐറ്റം കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നതാണ് ഇനി ഓഡിറ്റർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ആ ഒരു ഐറ്റത്തിനെ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ആ ഡോക്യുമെൻസുകൾ എക്സാമിൻ ചെയ്യേണ്ടത്. ആ ഒരു പോയിന്റിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരു ആക്ച്വൽ ലാബിലിറ്റി അല്ല, പക്ഷേ കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ഏറ്റവും താഴെ ഫുട് നോട്ടായിട്ടാണ് സാധാരണ കോണ്ടിജന്റ് ലാബിലിറ്റീസുകൾ മെൻഷൻ ചെയ്യുന്നത്. എന്താണ് കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. കോണ്ടിജന്റ് ലാബിലിറ്റി മീൻസ് ഇറ്റ് ഈസ് എൻ ലാബിലിറ്റി വിച്ച് മേ അറൈസ് ഓൺ ഫ്യൂച്ചർ ഡേറ്റ് ഓൺ ദി ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൈൻ ഈവൻറ്റ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ഈവൻറ്റ് ഹാപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നോൺ ഹാപ്പൻ ആണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലാബിലിറ്റി ആയിട്ട് അറൈസ് ചെയ്യുന്ന ലാബിലിറ്റിയെ മാത്രമാണ് എന്ത് പറയുന്നത് കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എൻ ആക്ച്വൽ ലാബിലിറ്റി വിച്ച് മേ ബിക്കം ആൻ ആക്ച്വൽ ഇൻ ഫ്യൂച്ചർ. അത് ഹാപ്പൺ ചെയ്യാണ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലാബിലിറ്റി ആയിട്ട് അത് അറൈസ് ചെയ്യാൻ സാധ്യത ഉള്ളൂ. അതുകൊണ്ട് ഈ ലാബിലിറ്റിയെ കോണ്ടിജന്റ് ലാബിലിറ്റി എന്നാ പറയുക. അപ്പോൾ കോണ്ടിജന്റ് ലാബിലിറ്റി മീൻസ് എ ലാബിലിറ്റി വിച്ച് മേ അറൈസ് ഇൻ ഫ്യൂച്ചർ may or may not happen on an the basis of an uncertain event. അപ്പോൾ ഇതിൽ മോൺഗമറി ഡിഫൈൻ ചെയ്യുന്ന കോണ്ടിജന്റ് ലാബിലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. The term contingent liability should be used in accounting sense to designate a possible liability or presently determinable or indeterminable amount that arises from the past circumstances or action which may or may not be a legal obligation in the future, which if paid give rise to a loss or an expense or an asset of doubtful value. ഇതാണ് മോൺഗമറി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ, ആളുടെ ഡെഫിനിഷനിൽ കോണ്ടിജന്റ് ലാബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. അതായത് കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് ഒറിജിനൽ ലാബിലിറ്റി അല്ല. അതായത് ഫ്യൂച്ചറിൽ കഴിഞ്ഞ പാസ്റ്റ് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈവൻറ്റുകൾ സംഭവിച്ചതിൻ്റെ മുകളിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലത് ഹാപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എറൈസ് ചെയ്യുന്ന ലാബിലിറ്റിയോ ആയിട്ട് അങ്ങനെയുള്ളൊരു ലീഗൽ ഒബ്ലിഗേഷനായിട്ട് എറൈസ് ചെയ്യാൻ സാധ്യത ഉള്ളതിനെയാണ് ഇവിടുത്തെ കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ ലാബിലിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഇതിൻ്റെ ഫുള്ളി എന്ത് ചെയ്യുന്നില്ല, എക്സിബിറ്റ് ചെയ്യുന്നില്ല. അത് കാണിക്കുന്നത് ഫുട് നോട്ടായിട്ടാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഏറ്റവും താഴെ ഫുട് നോട്ടായിട്ടാണ് കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റം എക്സിബിറ്റ് ചെയ്യുന്നത്. നമുക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്ന
ഐറ്റംസുകളൊക്കെ കാണുമ്പോൾ അതൊന്നും നമ്മൾ എവിടെ എഴുതി വെക്കാറില്ല, ഒറിജിനൽ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഏറ്റവും താഴെയാണ് ഫുട് നോട്ടായിട്ട് കോണ്ടിജൻറ്റ് ലാബിലിറ്റിയെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കോണ്ടിജൻറ്റ് ലാബിലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് റിഗാർഡിംഗ് ദ കോണ്ടിജൻറ്റ് ലാബിലിറ്റി? The important characteristics of contingent liability is that number 1, uncertain. അതായത് ബാലൻസ് ഷീറ്റിൽ തന്നെ മെൻഷൻ ചെയ്യാറില്ല, കാരണം അത് സെർട്ടൈൻ ആയിട്ടുള്ളൊരു ലാബിലിറ്റി അല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ലാബിലിറ്റി അല്ലാത്തത് കൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ഐറ്റത്തിനെ മെൻഷൻ ചെയ്യാത്തത്. ബാലൻസ് ഷീറ്റിൽ ഏറ്റവും താഴെ ആയിരിക്കും ഇത് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് കണ്ടീഷണലാണ്. കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഒരു ടേംസ് വെച്ചുകൊണ്ടാണ്, ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഈവൻറ്റ് സംഭവിക്കുമ്പോൾ മാത്രം ലാബിലിറ്റി എറൈസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൺസർട്ടൈൻ ഈവൻറ്റിൻ്റെ മുകളിൽ പറയുന്ന ഒരു പെർഫോമൻസ് ആണ് ഏത് പറയുന്നത്, കോണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ കണ്ടീഷണൽ, ദാറ്റ് ഈസ് എ കോണ്ടിജൻറ്റ് ലാബിലിറ്റി ഈസ് കണ്ടീഷണൽ ആസ് വെൽ ആസ് അൺസർട്ടൈൻ. പോസിബിലിറ്റി, തേർഡ് വൺ പറയുന്നത് പോസിബിലിറ്റി, അതായത് അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആണ്, ആക്ച്വൽ ലാബിലിറ്റി അല്ല. അപ്പം അതിന് പോസിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിനാണ് ഫീച്ചറിൽ പറയുന്നത്. ഇറ്റ് മേ ബി റിസൾട്ട് ഓൺ ദ പ്രീവിയസ് ആക്ട് ഓർ പോസിബിൾ ഫ്യൂച്ചർ ആക്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസ് ഒരു ക്ലെയിമിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നിയമപരമായിട്ട് സൊസൈറ്റിയുടെ കേസാണെങ്കിൽ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ എംപ്ലോയീസ് അനുകൂലമാകാം അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അനുകൂലമാകാം. അപ്പോൾ ഇവിടെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് അങ്ങനെ സൊസൈറ്റിക്ക് അനുകൂലമായി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ലാബിലിറ്റി അല്ല. പക്ഷേ എംപ്ലോയീസ് അനുകൂലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡിസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് അതൊരു ലാബിലിറ്റിയായി മാറും. അപ്പോൾ ഈ പറയുന്ന കോണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റി ഒന്നുകിൽ ഫ്യൂച്ചർ ഈവൻ അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് സംഭവിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ അതൊരു ലാബിലിറ്റി ആയിട്ട് അറൈസ് ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ പോസിബിലിറ്റി. നമുക്ക് സെർട്ടൈൻ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല, അൺസെർട്ടൈൻ ആണ്. അതായത് അൺസെർട്ടൈൻ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആക്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ട് വരുന്ന പോസിബിൾ ആക്ട്, അതിൻ്റെ റിസൾട്ടിലൂടെ അതിന് ഫലമായി സംഭവിക്കുന്നതാണ് കോണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അൺസർട്ടനിറ്റി ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ ഈവൻറ്റ്. നമുക്കൊരു സംഭവിക്കാൻ സാധ്യതയുള്ളതിൻ്റെ ഇഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ്. അത് ഭാവിയിലും ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ എംപ്ലോയീസ് സൊസൈറ്റിക്കെതിരെ ഒരു ക്ലെയിം ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സൊസൈറ്റി ചെയ്തിട്ടില്ല. അപ്പോൾ സൊസൈറ്റിക്കെതിരെ അങ്ങനെയുള്ളൊരു ഡിസ്പ്യൂട്ട് വന്നപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഇവിടെ അൺസർട്ടൈൻ ആണ്. അൺസർട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസിഷൻ അനുകൂലമായിട്ട് എംപ്ലോയീസിന് വരുന്നുണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിക്ക് ആ ലാബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അത് ഡിമാൻഡ് ചെയ്ത ക്ലെയിം കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ കോണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ അൺസർട്ടൈൻ ആണ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റ്. അതേസമയം സൊസൈറ്റിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന ഡിമാൻഡ് ആർക്ക് നൽകേണ്ടതില്ല, എംപ്ലോയീസിന് നൽകേണ്ടതും ഇല്ല. So, contingent liability may arise on the future, that is based on the happening or non-happening of a future event. Last one, it involves an additional expenditure. Additional ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തത്. കോണ്ടിജൻറ്റ് ലാബിലിറ്റിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എംപ്ലോയീസ് സൊസൈറ്റിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാണ്, ആ എംപ്ലോയീസിനൊരു ക്ലെയിം ഡിമാൻഡ് ചെയ്തുകൊണ്ട്. അത് ഡിസിഷൻ എംപ്ലോയീസിന് അനുകൂലമായി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി അറൈസ് ചെയ്യുമ്പോൾ അതിൽ നൽകേണ്ട പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ കോണ്ടിജൻറ്റ് ലാബിലിറ്റിയുടെ ഫീച്ചേഴ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറയുന്നത് സെർട്ടൈൻ, ദെൻ സെർട്ടൈൻ എന്ന് അൺസെർട്ടൈൻ ആണ്. അതായത് ഒരു കണ്ടീഷൻസുകളും പാലിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഡെഫിനറ്റ് ആയിട്ട് അതിനെ പറയാനായിട്ട് പറ്റില്ല. ആ ഒരു ലാബിലിറ്റി ആയിട്ട് അറൈസ് ചെയ്യുമെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയില്ല. ദെൻ കണ്ടീഷണൽ ആണ്.
possibility, certainty on the happening of an event, and it involves additional expenditure. ഇപ്പോൾ ഇത് ഹാപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൊസൈറ്റിക്കാവട്ടെ ഓർഗനൈസേഷനാവട്ടെ അതെന്തായിട്ട് എറൈസ് ചെയ്യും, ക്ലെയിമായിട്ട് എറൈസ് ചെയ്യും അല്ലെങ്കിൽ ലാബിലിറ്റി ആയിട്ട് എറൈസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ലാബിലിറ്റി കോണ്ടിജന്റ് ലാബിലിറ്റിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, എപ്പോഴൊക്കെയാണ് ഈ കോണ്ടിജന്റ് ലാബിലിറ്റി എറൈസ് ചെയ്യുക, അതിൻ്റെ സിറ്റുവേഷൻസുകളാണ് നമുക്കിനി പറയാനുള്ളത്. സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് എ കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസസ്, ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് ഒരു കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത്. നമുക്കറിയാം അൺസർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചറായിട്ട് ഉള്ളൊരു പ്രോസസ്സിങ് ആണ് അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് റിസ്കുകളും അൺസർട്ടനിറ്റിയും ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലാബിലിറ്റി ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് തന്നെയാണ്, ഫുട് നോട്ടായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിയുടെ ബുക്ക് ഓഫ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡിക്കലി അതെന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. പക്ഷെ അതിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സബ് പോയിന്റ് ആയിട്ട് ഫുട് നോട്ടായിട്ടാണ് കോണ്ടിജന്റ് ലാബിലിറ്റിയെ എന്ത് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസുകളിലാണ് കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലാബിലിറ്റി അണ്ടർ എ കോൺട്രാക്ട് ഗ്യാരണ്ടി ഗിവൻ ഫോർ എ ഡെപ്റ്റ് ഓവിങ് ടു എ തേർഡ് പാർട്ടി. ലാബിലിറ്റി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എപ്പോഴും ഫോർ ദി കോമ്പൻസേഷൻ ഓഫ് ലോസ് ടു എ തേർഡ് പാർട്ടി. ഇപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടി നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഷുവർട്ടി ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്കായിരിക്കും അതിൻ്റെ ലാബിലിറ്റി അറൈസ് ചെയ്യുക. അപ്പം ലോൺ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ തേർഡ് പാർട്ടിക്ക് എന്തുണ്ടാവുള്ളൂ, ഷുവർട്ടി ആയിട്ടുള്ള ആൾക്ക് അതിൻ്റെ ലാബിലിറ്റി അറൈസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ ലാബിലിറ്റി അണ്ടർ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഗിവൻ ഫോർ എ ഡെപ്റ്റ് ഓയിങ് ടു എ തേർഡ് പാർട്ടി. ഇപ്പോൾ ഒരു ഗ്യാരണ്ടി നിൽക്കുന്ന കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയോടായിരിക്കും. നെക്സ്റ്റ് പറഞ്ഞത് ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് ബട്ട് നോട്ട് മെച്ചുവേർഡ്. ഇപ്പോൾ സൊസൈറ്റിയെ സംബന്ധിച്ചൊക്കെ ഒരു കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പറയുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡ് ബട്ട് നോട്ട് മെച്ചുവേർഡ്. മെച്യൂരിറ്റി പീരീഡ് ആയിട്ടില്ല, പക്ഷേ ബില്ല് ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്. ഇനി ബിൽ ഡിസ്കൗണ്ട് ആയത് തന്നെ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതെന്തായി മാറും, വീണ്ടും ഒരു ലാബിലിറ്റി ആയിട്ട് എറൈസ് ചെയ്യും. അനദർ വൺ, അൺകോൾഡ് ലാബിലിറ്റി ഓൺ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. ലാബിലിറ്റി ഫുള്ളായിട്ടും ഷെയർസുകൾ പെയ്ഡ് ചെയ്യാത്ത ആ ഷെയർസുകൾ അൺകോൾഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അൺകോൾഡ് ലാബിലിറ്റി അതെന്തായി മാറും, ഈ പറഞ്ഞ കോണ്ടിജന്റ് ലാബിലിറ്റി ആയിട്ട് മാറും. Then damages payable under legal action. കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡാമേജസുകളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്കോ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ലീഗൽ ആക്ഷൻസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സൊസൈറ്റിക്ക് അതൊരു പേയ്മെൻ്റ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും. ഒരു ഡിമാൻഡ് പേയബിൾ ആയിട്ടുള്ള ഇതാണ് നൽകേണ്ടതായിട്ട് വരുന്നത് അണ്ടർ ലീഗൽ ആക്ഷൻ. ഇപ്പോൾ മെമ്പേഴ്സ് തന്നെ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസ് തന്നെ സൊസൈറ്റിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കേസ് ഫയൽ ചെയ്ത അഗ്രീഡ് പാർട്ടിക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഒരു ലാബിലിറ്റി ആയിട്ടാണ് ഡാമേജ് കൊടുക്കണം അല്ലെങ്കിൽ ലോസ് കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിസിഷനായിട്ടാണ് അവർക്ക് വരുന്നത്. അനദർ വൺ, ലാസ്റ്റ് വൺ പറയുന്നത് arrears of fixed cumulative dividend to preference shareholders. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പം അങ്ങനെ ഫിക്സഡ് ആയിട്ട് വരുന്ന ഡിവിഡൻഡ് ക്യുമുലേറ്റീവ് ആയിട്ടൊരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവർക്ക് അവരുടെ ഡിവിഡൻഡ് അവൈലബിൾ ആകുന്നതിൽ പ്രിഫറൻസ് അല്ലെങ്കിൽ ക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ക്യുമുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യുമ്പോഴാണ്. അങ്ങനെ കേസുകൾ വരുന്ന സിറ്റുവേഷൻസുകളിൽ സൊസൈറ്റിക്ക് അതെന്തായി മാറാണ്, ഒരു ലാബിലിറ്റി ആയിട്ട് എറൈസ് ചെയ്യാണ്. ഏരിയേഴ്സ് ഓഫ് ഫിക്സഡ് ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് അല്ല ഇവിടെ പറഞ്ഞ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ അരിയർ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഫ്യൂച്ചറിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ലാബിലിറ്റിയാണ് ഇവിടെ പറയുന്ന
കോണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന് ഗ്യാരണ്ടി ഗിവൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയോട് ലാബിലിറ്റി അറൈസ് ചെയ്യാം. ദെൻ ബിൽ ഡിസ്കൗണ്ടഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ട് തന്നെ തിരിച്ചു നൽകേണ്ടതായിട്ട് വരും. ദെൻ അൺകോൾഡ് ലാബിലിറ്റി ഓൺ പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. Fourth one, pending demand by employees. Then fifth one, demand payable under legal action. Last one, arrears of fixed cumulative dividend to preference shareholders. ഇതാണ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. Another topic, duties of auditor in connection with the contingent liability, verification of the contingent liability. കോണ്ടിജന്റ് ലാബിലിറ്റി നമുക്കറിയാം ഫ്യൂച്ചറിൽ ഹാപ്പണിങ് ഓർ നോൺ ഹാപ്പണിങ്ങിൻ്റെ ബേസിൽ മാത്രം അറൈസ് ചെയ്യുന്ന ലാബിലിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ ലാബിലിറ്റി. അപ്പോൾ ഓഡിറ്റർ എന്തെല്ലാം പോയിന്റുകളാണ് ഈ പറയുന്ന ഓഡിറ്റിംഗ് വെരിഫിക്കേഷന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. നമ്പർ 1, ഹി ഷുഡ് ചെക്ക് ദ എമൗണ്ട് ഓഫ് കോണ്ടിജന്റ് ലാബിലിറ്റി. എത്ര എമൗണ്ട് കോണ്ടിജന്റ് ലാബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകൾ നമ്മൾ മുകളിൽ പറഞ്ഞു, ഒരു 6 സിറ്റുവേഷൻസുകൾ പറഞ്ഞു. അതിലെല്ലാം ഓരോ ലാബിലിറ്റിയും അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും കോണ്ടിജന്റ് ലാബിലിറ്റി ആയിട്ട് വരുന്നത് എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്പർ 2, ഹി ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ടു ദാറ്റ് ഇഫക്റ്റ്. കോണ്ടിജന്റ് ലാബിലിറ്റിയുടെ ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്, അതിൽ എത്ര എമൗണ്ട് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഒഫീഷ്യൽ തന്നെയായിരിക്കണം ഫേമിൽ നിന്നും ഓഡിറ്റർക്ക് നൽകേണ്ടത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻസുകൾ നൽകേണ്ടതായിട്ട് വരും. അത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റർക്ക് ഇത് വാലിഡ് ആയിട്ടുള്ള കോണ്ടിജന്റ് ലാബിലിറ്റീസുകളാണ് എന്നുള്ളതും ലിസ്റ്റ് ഓഫ് ലാബിലിറ്റീസുകൾ കറക്റ്റ് ആണ് എന്നുള്ളതും എൻഷുർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. But number 2 point, he should obtain a certificate from a responsible official to that effect. Third one, he should verify the director's minute book and books of account, various contract, correspondence, etc. to find contingent liability. ഇപ്പോൾ കോണ്ടിജന്റ് ലാബിലിറ്റിയുടെ എമൗണ്ട് ആദ്യം പരിശോധിച്ചു. പക്ഷേ ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കറക്റ്റാണ് എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഓഡിറ്റർ ഡയറക്ടേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്കുകൾ, അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ, വേരിയസ് കോൺട്രാക്ട്സുകൾ, കറസ്പോണ്ടൻസുകൾ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഓഡിറ്റർ അതെന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, എൻഷുർ ചെയ്യാനായിട്ട് പാടുള്ളൂ. Next, fourth one, he should see that the sufficient provision has been made for all possible contingent liability. ഒരു അൺസർട്ടൈൻ ഈവൻ്റ് ആണ് അല്ലേ, അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അൺസർട്ടൈൻ ഈവൻ്റ് ഇനി ഹാപ്പൺ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതൊരു ലാബിലിറ്റി ആയിട്ട് എറൈസ് ചെയ്യും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം ലാബിലിറ്റീസുകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ, ഒരു കരുതൽ ഈ സ്ഥാപനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു, എംപ്ലോയീസ് ഒരു സൊസൈറ്റിക്കെതിരെയാണ്. അപ്പോൾ സൊസൈറ്റിക്ക് അനുകൂലമല്ലാത്തൊരു വിധി വരികയാണെങ്കിൽ സൊസൈറ്റി എന്ത് ചെയ്തിരിക്കണം, മെമ്പേഴ്സിന് അവർ ഡിമാൻഡ് ചെയ്ത ക്ലെയിം നൽകിയിരിക്കണം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ അവർക്കത് നൽകുന്നതിന് വേണ്ടി സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതായത് കോണ്ടിജന്റ് ലാബിലിറ്റിയുടെ എണ്ണം കൂടുതലും എമൗണ്ട് കൂടുതലും ഉണ്ട്, പക്ഷെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ റിസർവ്സുകളിൽ നിന്നെല്ലാം എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും, മറ്റുള്ള ഫേമിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ അത് അഫക്റ്റ് ചെയ്യും. അപ്പം അതില്ലാതിരിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി ചെക്ക് ചെയ്യണം സൊസൈറ്റി ഈ പറയുന്ന പ്രൊവിഷൻസുകൾ, കോണ്ടിജന്റ് ലാബിലിറ്റീസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊവിഷൻസുകൾ, റിക്വയർഡ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ നൽകുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത്. ഫിഫ്ത്ത് പോയിന്റ്, ഹി ഷുഡ് ചെക്ക് വെദർ ദ റിക്വയർമെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് ആർ കമ്പൈൻഡ്. കമ്പനീസ് ആക്ട് പ്രകാരം റൂൾസുകളും റെഗുലേഷൻസുകളും ഉണ്ട്. കോണ്ടിജന്റ് ലാബിലിറ്റി അറൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ റൂൾസുകൾ എന്നുള്ളത്, അത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്തിരിക്കണം. ഇപ്പോൾ അവരുടെ ഫേമുകളിൽ ഇങ്ങനെയുള്ള ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ കോണ്ടിജന്റ് ലാബിലിറ്റി കാണുന്നു, പക്ഷെ അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള
റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കമ്പനീസ് ആക്ടിൽ പറയുന്ന മെൻഷൻ ചെയ്തിട്ടുള്ള റൂളുകൾക്ക് വിധേയമായിട്ടാണോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് വൺ, ഹി ഷുഡ് എൻക്വയർ വെദർ ദി എമൗണ്ട് ഓഫ് കോണ്ടിജന്റ് ലയബിലിറ്റീസ് ആർ കാൽക്കുലേറ്റഡ് കറക്റ്റ്ലി. ഇപ്പോൾ അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സെർട്ടൈൻ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ആരും ചെയ്തിരിക്കണം, ഫേം ചെയ്തിരിക്കണം. അപ്പോൾ ഫേമിൻ്റെ ഭാഗത്തു നിന്നുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ കറക്റ്റ്ലി ആയിട്ടുള്ള പ്രോപ്പർലി റെക്കോർഡ് എമൗണ്ട് തന്നെയാണോ എന്നുള്ളതാണ് ഓഡിറ്റർ ലാസ്റ്റിൽ ചെക്കിങ് ചെയ്യേണ്ടത്. ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇൻ കണക്ഷൻ വിത്ത് ദി എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ദി കോണ്ടിജന്റ് ലാബിലിറ്റി. ഫസ്റ്റ് വൺ പറഞ്ഞു എമൗണ്ട് ഓഫ് കോണ്ടിജന്റ് ലാബിലിറ്റി എത്ര എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്പർ 2 പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റ്സുകൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ നിന്നാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മിനിറ്റ്സ് ബുക്ക്, ഡയറക്ടേഴ്സിൻ്റെ മിനിറ്റ്സ് ബുക്ക്, ബുക്സ് ഓഫ് അക്കൗണ്ട്, പാസ്ബുക്ക്, ക്യാഷ് ബുക്ക്, കോൺട്രാക്ട്, കറസ്പോണ്ടൻസ്, ഇതെല്ലാം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഇനി ഇത്തരത്തിലുള്ള ലാബിലിറ്റി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കറക്റ്റായിട്ടുള്ള പ്രൊവിഷൻസുകൾ, സഫിഷ്യൻ്റ് പ്രൊവിഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. കമ്പനീസ് ആക്ട് അനുസരിച്ച് കൊണ്ടാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസ്, ബൈലോസ് അനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഈ പ്രൊവിഷൻസുകൾ അല്ലെങ്കിൽ കോണ്ടിജന്റ് ലാബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് വൺ, കോണ്ടിജന്റ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ബട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ലാബിലിറ്റീസുകളൊക്കെ എറൈസ് ചെയ്യുമ്പോൾ അതെല്ലാം ഫ്യൂച്ചറിൽ കൊടുത്തീർക്കേണ്ടതായിട്ടുള്ള ലാബിലിറ്റി ആയിട്ട് എറൈസ് ചെയ്യും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോണ്ടിജന്റ് ലാബിലിറ്റീസുകൾ എത്ര എമൗണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളതും അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും കൊടുക്കുന്നത് എന്നുള്ളതും ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഈ ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തോട്, കോണ്ടിജന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തോട് കൂടെ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് ലാബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് ദി അസറ്റ്സ് ആണ്. അസറ്റ്സുകൾ നമ്മൾ പറഞ്ഞു, ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സുകളുണ്ട്, കറണ്ട് ആയിട്ടുള്ള അസറ്റ്സുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കറണ്ട് ആയിട്ടുള്ള അസറ്റുകൾക്ക് പുറമെ കോണ്ടിജന്റ് ആയിട്ടുള്ള അസറ്റും കൂടാതെ ഇൻടേഞ്ചിബിൾ അസറ്റ്, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റുകൾ പറഞ്ഞു. നമുക്ക് കോണ്ടിജന്റ് അസറ്റ്സുകൾ പറഞ്ഞപ്പോൾ കോണ്ടിജന്റ് അസറ്റിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അത് എവിടെയാണ് എക്സിബിറ്റ് ചെയ്യുക, ഓഡിറ്റർ എവിടെയാണ്, എന്തെല്ലാം പോയിന്റ്സുകളാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്, അതാണ് നമുക്കിവിടെ കോണ്ടിജന്റ് അസറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അസറ്റ്സിൻ്റെ എല്ലാ സൈഡും കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിലൂടെ ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്, കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ദെൻ ഫ്ലോട്ടിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന അസറ്റുകളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ കോണ്ടിജന്റ് അസറ്റാണ് ഇനി പറയുന്നത്. കാരണം ഈ കോണ്ടിജന്റ് അസറ്റോ കോണ്ടിജന്റ് ലാബിലിറ്റിയോ ആക്ച്വലി ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. അതിൻ്റെ തൊട്ട് താഴെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റം കൂടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, അസറ്റിൽ വരുന്നത് ഐറ്റമാണ് എന്നുള്ളതല്ല, ഏറ്റവും താഴെ എഴുതുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഓഡിറ്റർ എന്തെല്ലാം പോയിന്റുകളാണ് ഇവിടെ വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് യു മീൻ ബൈ കോണ്ടിജന്റ് അസറ്റ്? കോണ്ടിജന്റ് അസറ്റ് ആർ നോട്ട് or may or are not actual asset, may or may not happen on the part of the asset of the business on the happening or non-happening of an event in the future. അസറ്റ്സിൻ്റെ ലാബിലിറ്റി കേസ് പറഞ്ഞതുപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാവുന്ന ഒരു ഈവൻറ്റ്, ആ ഒരു ഈവൻറ്റ് മുകളിൽ റേസ് ചെയ്യുന്ന അസറ്റുകളാണ് ഇവിടെ പറഞ്ഞ കോണ്ടിജന്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ബാലൻസ് ഷീറ്റിൽ ഈ ഒരു അസറ്റ് ആ പർട്ടിക്കുലർ ഇയറിൻ്റെ ആ ഡേറ്റിൽ എന്ത് ചെയ്യാറില്ല, എക്സിസ്റ്റ് ചെയ്യാറില്ല. ഈ ഒരു അസറ്റും എക്സിസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇറ്റ് മേ ഓർ മേ നോട്ട് ബിക്കം an asset on the happening of an event which is not certain. നമുക്ക് ഈ അസറ്റ് സെർട്ടൈനിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതിനെ അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്തത്. ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ലീഗൽ ആക്ഷൻസുകൾ സൊസൈറ്റിക്കെതിരെ എംപ്ലോയീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലീഗൽ ആക്ഷൻസുകൾക്ക് അനുകൂലമല്ലാത്ത ഒരു ഡിസിഷനാണ് കമ്പനിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക്
വന്നതെങ്കിൽ കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അത്തരത്തിലുള്ള ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. പക്ഷേ അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് എംപ്ലോയീസ് കമ്പനിക്കെതിരെ കൊടുത്തു അല്ലെങ്കിൽ സൊസൈറ്റിക്കെതിരെ കൊടുത്തിട്ട് നമ്മൾ നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള അസറ്റ് ഒരു ലാബിലിറ്റി റൈസ് ചെയ്യാതെ, ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാതെ തന്നെ ഒരു അസറ്റായിട്ട് അത് റൈസ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ 2 എക്സാമ്പിൾസുകളാണ് പറഞ്ഞത്. സിമിലർലി അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ ഒരു എക്സാമ്പിളാണ് കോണ്ടിജന്റ് അസറ്റിന്. It shall become the asset of the business only when denotes has been sent to demanding the payment of call money with specified time. അപ്പോൾ നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞത് അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ ആണ്. അതായത് കോൾ മണി വിളിക്കുന്ന ആ ടൈമിൽ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു അസറ്റായിട്ട് തന്നെ കമ്പനികൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റികൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ കോണ്ടിജന്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നോട്ട് ആൻ ആക്ച്വൽ അസറ്റ് ഓഫ് ദ ബിസിനസ്. നമുക്ക് അസറ്റ് എന്ന് കേൾക്കുമ്പോൾ അസറ്റ് ആയിട്ട് തിരിക്കരുത്, മനസ്സിലാക്കരുത്, അത് ഒറിജിനലായിട്ടുള്ള അസറ്റ് അല്ല. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഏറ്റവും താഴെ ഫുട് നോട്ട് തന്നെ ആയിട്ടാണ് ഈ ഒരു അസറ്റുകളെ കാണിക്കേണ്ടത്, മെൻഷൻ ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരവും എന്ത് ചെയ്യുന്നില്ല, ഈ ഇത്തരത്തിലുള്ള കോണ്ടിജൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള എന്തെല്ലാം പേയ്മെൻറ്റുകൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ നിയമങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. ഓക്കെ. മോറോവർ ദ കമ്പനീസ് ആക്ട് 1956 do not require the companies to include contingent as a part of their asset. സാധാരണ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ചേർക്കാറില്ല. കമ്പനീസ് ആക്ട് അനുസരിച്ച് കൊണ്ടും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അത് ചേർക്കണമെന്ന് പറയുന്ന നിയമം അവിടെ നിന്നില്ല, റിക്വയർഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കുകൾ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് ലാബിലിറ്റീസ് ആണ് ആദ്യം പറഞ്ഞത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ടോപ്പിക്കിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ലാബിലിറ്റീസുകളാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ട് ആയിട്ടുള്ള ലാബിലിറ്റീസുകളും അതുപോലെ തന്നെ ഫിക്സഡ് ലാബിലിറ്റീസുകളും ചില പോയിന്റുകൾ മാത്രം പറഞ്ഞു നിർത്തിയതാണ്. ഇന്ന് പറഞ്ഞത് എംപ്ലോയീസിൻ്റെ ഡിപ്പോസിറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിബഞ്ചേഴ്സ്, ദെൻ ക്യാപിറ്റൽ. ഇത്രയാണ് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ലാബിലിറ്റീസുകളിൽ പറയുന്നത്. പിന്നെ പറയുന്നത് കോണ്ടിജൻ്റ് ആയിട്ടുള്ള ലാബിലിറ്റി ആണ്. കോണ്ടിജൻ്റ് ലാബിലിറ്റി എറൈസ് ചെയ്യുമ്പോൾ ഓഡിറ്റേഴ്സിന് എന്തെല്ലാം ഡ്യൂട്ടീസുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം പോയിന്റ്സുകളാണ് എക്സാമിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് കോണ്ടിജൻ്റ് ലാബിലിറ്റി ആണ്. കോണ്ടിജൻ്റ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ കോണ്ടിജൻ്റ് അസറ്റ് ആണ്. കോണ്ടിജൻ്റ് അസറ്റും ഒറിജിനൽ അസറ്റ് അല്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഒരു ഈവൻറ്റ് ഹാപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഫ്യൂച്ചർ ഈവൻറ്റ്, ഇതിൻ്റെ ബേസിൽ റൈസ് ചെയ്യുന്ന അസറ്റാണ് കോണ്ടിജൻ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളൂ. നെക്സ്റ്റിൽ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ആണ് പഠിക്കാനുള്ളത്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. അതായത് ലാബിലിറ്റീസുകളും അസറ്റ്സുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസുകളും എല്ലാം എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ് ഇതുവരെ പറഞ്ഞത്. നമുക്കിനി ഈ ഓഡിറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് ഓഡിറ്റിൻ്റെ അല്ല, സൊസൈറ്റീസുകൾ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ റിസൾട്ടിൻ്റെ ബേസിലാണ് സൊസൈറ്റീസുകളെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.